ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ തയ്യാറാക്കിയിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബദാം പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ബദാം പൊടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ ചേർക്കാവുന്നതാണ്. ഇത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മൾ വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ചാലും മതിയാകും. ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് അളവ് പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ 3 ഏലക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത് മുഴുവനായിട്ടും ആവശ്യമായിട്ടില്ല. ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 1/2 കപ്പ് അളവ് പാൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ഉണ്ടാവേണ്ടത്. ഒരല്പം തിക്കായിരിക്കും, എന്നാൽ പോറിങ് കൺസിസ്റ്റൻസിയിലുമാണ്. ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് എനിക്കിവിടെ 1/4 കപ്പ് അളവിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. വെള്ളം എപ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർക്കുക. ഇനി ഇത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്, ആ ഒരു പാത്രം ഒന്ന് എണ്ണയോ നെയ്യോ തടവിയെടുക്കണം. ഞാനിതുപോലെ ചെറിയ കറിപ്പാത്രത്തിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബേക്കിംഗ് സോഡ ഏറ്റവും അവസാനം മാത്രമേ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ അളവിൽ ഈനോൻ്റെ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാകുമ്പോഴേക്കും നമ്മളുടെ കൂട്ട് തയ്യാറായി കിട്ടും. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്, അപ്പം തന്നെ തയ്യാറാക്കി എടുക്കണം. ആ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1/4 ഭാഗത്തോളമായിട്ട് വേണം കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ടും ഞാൻ കുറച്ച് ബദാമിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം പാത്രങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കിക്കോളൂ. അത് പാകത്തിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓഫാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് അടർത്തിയെടുത്തിട്ട് കയ്യിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും ചിലവില്ല. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.